ബോബി ചെമ്മണ്ണൂറിന്റെ മർമ്മം തകർത്ത് അണി റോസിന്റെ പോസ്റ്റ്. സംഗതി കൊള്ളാം. പക്ഷെ അണി റോസെ, ഒന്ന് ചോദിച്ചോട്ടെ, ബോച്ചയുടെ പേര് പറഞ്ഞില്ല. സ്ത്രീകളെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നിരന്തരം അപമാനിക്കുന്ന അവന്റെ പേര് ബോച്ച എന്ന് പറയാൻ എന്തുകൊണ്ടാണ് അണി റോസിന്റെ നാക്കുളുക്കിയത്? ഹണി റോസിനെ പോലുള്ള ഈ സെലിബ്രിറ്റികളെ അവഹേളിച്ചത് ഒരു സാധാരണക്കാരനായിരുന്നെന്ന് വെച്ചോ, അവന്റെ പേരും ജാതവും ഒക്കെ നിങ്ങൾ വിളിച്ചു പറയില്ലായിരുന്നോ? അവന്റെ കുടുംബം വരെ നിങ്ങൾ കുളം തോണ്ടും. ഇപ്പോൾ ബോച്ചയുടെ പേര് പറയാൻ അണി റോസിന് നട്ടെല്ലിന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മിക്ക സെലിബ്രിറ്റികളുടെയും ഗതികേട്. പണത്തിനു മീതെ പറക്കുന്നു. ബോച്ചയെ താങ്ങാനും കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അയാൾ നടത്തുന്ന മ്ലേച്ഛമായ ആശയ പ്രചരണം എത്രയെത്ര സ്ത്രീകളെയാണ് അയാൾ ആക്ഷേപ പ്രയോഗങ്ങളിലൂടെ, ദ്വയാർത്ഥങ്ങളിലൂടെ മലയാളികൾക്ക് മുമ്പിൽ വലിച്ചെറിഞ്ഞു കൊടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചത്. വൈറലാകാൻ ഏത് വികൃതവും അയാൾക്ക് മടിയില്ല. ഒരിക്കലൊരു തട്ടുകടയിലേക്ക് കയറി ചെന്ന് ആ ചേട്ടനോട് ഒരു പഴംപൊരി വാങ്ങുന്നു. പഴംപൊരി വളഞ്ഞിരിക്കുന്നത് കണ്ട് ചേട്ടൻ്റെ പഴം എന്താ വളഞ്ഞതാണോ എന്ന് ചോദ്യമുയർത്താൻ നാക്കിന് ഉളുപ്പില്ലാത്ത ബോബി ചെമ്മണ്ണൂർ തന്റെ ബ്രാൻഡ് മാർക്കറ്റ് വളർത്തിയത് ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയാണ്. മലയാളികളുടെ വീക്ക്നെസ്സും ദാരിദ്ര്യവുമൊക്കെ അയാൾക്ക് കൃത്യമായി അറിയാം. അത് അയാൾ മാർക്കറ്റ് ചെയ്തു. അങ്ങനെ ഫാൻസിനെ വളർത്തി. സമൂഹ മാധ്യമങ്ങളിലൂടെ അയാൾ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. ഹണി റോസിനെ ഒരു പൊതുവേദിയിൽ നിർത്തി ബോബി ചെമ്മണ്ണൂർ അവർക്ക് നേരെ ഉയർത്തിയത് ഏറ്റവും പരിഹാസ്യമായ ദ്വയാർത്ഥ പ്രയോഗം. പിന്നീട് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുമ്പോഴും ബോബി ചെമ്മണ്ണൂർ അവരെ തുടർച്ചയായി പരിഹസിച്ചു. ഹണി റോസിന്റെ ശരീരവടിവുകൾ പോലും അയാൾ കൈകൊണ്ട് ആംഗ്യം കാട്ടി അങ്ങ് വർണ്ണിച്ചു കൊടുത്തു. ബോബി ചെമ്മണ്ണൂറിന്റെ അതിഥിയായ ഒരു പരിപാടിയിൽ ഹണി റോസ് പങ്കെടുക്കുന്നു. പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂറിന്റെ ജ്വല്ലറിയും താരം സന്ദർശിക്കുന്നു. ഒരു നെക്ലേസ് കഴുത്തിൽ അണിയിച്ചു കൊടുത്തതിനു ശേഷം ഹണി റോസിനെ ബോബി ചെമ്മണ്ണൂർ ഒന്ന് പിടിച്ചു കറക്കി. നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗം മാത്രമേ കാണൂ. മാലയുടെ പിൻഭാഗം കാണാനാണ് കറക്കിയതെന്ന് അയാൾ പരിഹാസത്തോടെ പറയുന്നു. ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവിയെയാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെ അന്ന് അയാൾ തട്ടിവിട്ടു. പിന്നീട് കുന്തി ദേവിയെ ഉദ്ദേശിച്ചത് എന്ത് എന്നും അയാൾ വ്യക്തമാക്കി. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അയാൾ തന്നെ പരിഹസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസ് രംഗത്തെത്തി. എന്നാൽ ബോബി ചെമ്മണ്ണൂറിന്റെ പേര് ഹണി റോസ് തന്റെ പോസ്റ്റിൽ ഉപയോഗിക്കുന്നില്ല. ഹണി റോസ് FB പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ്: നമസ്കാരം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ, അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീത്വത്തെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോതകമായ സെക്ഷുവലി കളേർഡ് റിമാർക്സ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഹണി റോസ് വ്യക്തമായി പറഞ്ഞു. എന്നിട്ടും ഈ പോസ്റ്റിൽ ബോബി ചെമ്മണ്ണൂറിന്റെ പേര് എഴുതാൻ അവർക്ക് നട്ടെല്ലിന് ഉറപ്പില്ല. അതുമാത്രമാണ് ഹണി റോസിനോട് ഇക്കാര്യത്തിൽ നമുക്ക് എതിർപ്പ്. ബോബി ചെമ്മണ്ണൂറും ഹണി റോസുമുള്ള ഒരു ചില റീൽസ് ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടു. അതിലൊന്ന് ഒരു ഫിറ്റ്നസ് സെന്ററിൽ റീൽസ് ആണ്. ഹണി റോസ് ഒത്ത് ബോബി ചെമ്മണ്ണൂർ നിൽക്കുന്നു. ബോബി ചെമ്മണ്ണൂർ അവിടെ തട്ടിവിട്ടത് കളിച്ച് ഫിറ്റ്നസ് ആകാനുള്ള സ്ഥലമെന്നാണ്. എത്രയെത്ര ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ഇയാളുടെ ഈ പുഴുത്ത നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അന്നാരാജനെ തൻ്റെ ജ്വല്ലറിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ ബോബി ചെമ്മണ്ണൂർ ജീവനക്കാരനോട് പറയുന്നു, അന്നക്കുള്ള വലിയ സൈസ് സാധനം ഇങ്ങ് എടുക്കാൻ. പിന്നീട് ഒരു വലിയ സൈസിലുള്ള നെക്ലേസ് എടുത്തു കൊണ്ടുവരുന്നു.
ജീവനക്കാരൻ അതെടുത്ത് കഴുത്തിൽ വെച്ച് കൊടുക്കുന്നു. എല്ലാത്തിനും ഇയാളുടെ വൃത്തികെട്ട ദ്വയാർത്ഥ പ്രയോഗമുണ്ടാകും. ശ്വേതാ മേനോനെ അടുത്തു പിടിച്ചു നിർത്തി ബോബി ചെമ്മണ്ണൂർ ഒരു വലിയ നെക്ലേസ് എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് ശ്വേതയെ കഴുത്തിലേക്ക് നെക്ലേസ് വെച്ച് ബോബി പറയുന്നു, ശ്വേതക്ക് മാത്രം ഇട്ടില്ല എന്ന പരാതി വേണ്ട. ഇതേ ബോച്ചയ്ക്ക് മുന്നിൽ വ്യത്യസ്ത സ്റ്റെപ്പുകളുമായി ഡാൻസ് കളിച്ചു നിൽക്കുന്ന അന്ന രാജനെ പോലെയുള്ളവർ, ഇത്തരം സെലിബ്രിറ്റികൾ തന്നെയാണ് ഇത്തരം വൈകൃതങ്ങളെ കേരളത്തിൽ വളർത്തുന്നത്. ബോച്ചെ നടത്തുന്ന കള്ള് ഷാപ്പിൽ ഇപ്പോൾ ആറള ഫാമിൽ നിന്ന് കള്ള് വിതരണം ചെയ്യും എന്നതുവരെ മാധ്യമങ്ങൾ വലിയ വാർത്തകളാക്കുന്നു. ബോച്ചയും മാധ്യമങ്ങളും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ഇടപാടുണ്ട്. ബോച്ചെ അഥവാ ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയുടെ പരസ്യം മാധ്യമങ്ങൾ നിരത്തി കൊടുക്കും. പിന്നീട് ബോച്ചെ ഈ മാധ്യമങ്ങൾ തന്നെ വലിയ അവതാരമായി വാഴ്ത്തിപ്പാടും. ചാനൽ ഇന്റർവ്യൂവിൽ വെള്ള ഉടുപ്പിനെ കുറിച്ച് അവതാരക ചോദിച്ചപ്പോൾ എന്താ ഞാൻ ഉടുപ്പ് ഊരിയിരിക്കണോ എന്ന വൃത്തികെട്ട ചോദ്യം, ഇതുപോലെ എത്രയെത്ര ചോദ്യങ്ങളാണ് ഇയാൾ ഉയർത്തിയത്. പണ്ട് മോഹൻലാലിന്റെ ബോയിങ് ബോയിങ് പോലെ ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് അഭിമുഖത്തിൽ തുറന്നടിച്ച ബോച്ചെ ഇതൊന്നും മലയാളികൾക്ക് ദഹിക്കുന്നതല്ല എന്ന് എന്തുകൊണ്ട് ബോച്ചെ ആരും പറഞ്ഞു മനസ്സിലാക്കുന്നില്ല. കുച്ചിപ്പിടി കെട്ടിപ്പിടിയൊക്കെ തനിക്കിഷ്ടമാണ്, ഭാര്യയോടൊത്ത് അധിക ദിവസം കഴിയാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങളിൽ ഇയാൾ തുടർച്ചയായി തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നു. നടിമാരെ കിട്ടുമോ എന്ന ചോദ്യത്തിനും അയാൾ വൃത്തികെട്ട ഉത്തരമാണ് ചാനൽ അവതാരകർക്ക് നൽകുന്നത്. ഒരു വശത്ത് പാവങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന ബോച്ചയുടെ നമ്പറുകൾ, മറുവശത്ത് വികൃതമായ അയാളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വൃത്തികെട്ട ദ്വയാർത്ഥ പ്രയോഗങ്ങൾ. ഇതിനെതിരെ എന്തുകൊണ്ട് നിയമ നടപടികൾ കേരളം കൈക്കൊള്ളുന്നില്ല? എന്തുകൊണ്ട് ബോച്ചെ എന്ന ഈ വ്യക്തിക്കെതിരെ കേരളത്തിലെ സാംസ്കാരിക നായകർ മിണ്ടുന്നില്ല? കാരണം അയാളുടെ കയ്യിൽ പണമുണ്ടോ എന്ന സംശയം. എന്നാൽ ഈ പണത്തിന്റെ പേരുപട്ടികയും ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന ഘട്ടത്തിലാണ്. ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിന് അന്വേഷണവും മറ്റു ചില സത്യങ്ങൾ വെളിപ്പെടും. ഒരു ചാനൽ അഭിമുഖത്തിൽ ഇയാൾ പറയുന്നു, വെടിവെപ്പ് ചെറുപ്പം മുതലേ എന്റെ വീക്ക്നെസ് ആയിരുന്നു എന്ന്. എന്ത് വേണമെങ്കിലും ഇയാൾക്ക് തട്ടിവിടാം. ഹണി റോസിനെ കുന്തി ദേവിയായി ഉപമിച്ചതിനും ഇയാൾ വൃത്തികെട്ട വാക്കുകളാണ് പ്രയോഗിച്ചത്. ഹണി റോസിന്റെ അകവടിവുകൾ അയാൾ തന്റെ കൈകളിലൂടെ വർണ്ണിച്ചു കാട്ടി. ഇന്നലെ വരെ ഇയാളെ പുകഴ്ത്തിപ്പാടി അന്ന രാജനെ പോലെ ഹണി റോസിനെ പോലെയുള്ള സെലിബ്രിറ്റികൾ തന്നെയാണ് ഈ വൈകൃതത്തിന് ഇയാളെ പ്രേരിപ്പിച്ചത്. ഒടുവിൽ തങ്ങളുടെ വ്യക്തിത്വം താറുമാറാകുന്നു എന്ന് തിരിച്ചറിയുന്ന നടികൾ അയാൾക്കെതിരെ കേസുമായി ഇപ്പോൾ കളത്തിൽ ഇറങ്ങി. ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളത്തെ അറിയിക്കുന്നത്. അതിൽ സത്യസന്ധത കാട്ടാനുള്ള, ആത്മാർത്ഥത കാട്ടാനുള്ള അവസരം അവർ ഉപയോഗിക്കുമെന്ന് നമുക്ക് കരുതാം. അതിലപ്പുറം വിലപേശലുകൾക്ക് ഇത്തരം കുറിപ്പുകൾ ഉപയോഗിക്കപ്പെടാതിരിക്കട്ടെ.